തേങ്ങയുടെ മറ ഉള്ളങ്ങ ഒന്ന് ഗമന വെച്ച് കേക്കോറൂ, അല്ലാത്തങ്ങും ഗമന വെച്ച് കേക്കോറൂ. സഹ്ൽ ഇബ്നു അബ്ദുല്ലാഹ് ഇബ്നുൽ ഫർഹാൻ റളിയല്ലാഹു അൻഹു മഹാനഗൊരു തേങ്ങയുടെ മറയിന്ത് ವರ್ಷತ್ತಿಗೆ ಎತ್ತರಮಾ ಬೊಂಡಾದಲಾಯೋಂಟಿಂತ തേങ്ങയായോണ്ടിന്ത്. ഒരു നാല് നോക്കുമ്പോ തേങ്ങയെടുക്കുക വേനായിട്ട് ഒരാളമർത്തുക പത്തിയപ്പാ ഗ്രിപ്പ് തപ്പിട്ട മനുഷ്യ നിലത്തുക പൂന്തു. ഈ വിഷയ സഹ്ൽ ഇബ്നു അബ്ദുല്ലാഹ് ഇബ്നുൽ ഫർഹാൻ തങ്ങു കിട്ടിയപ്പാ മഹാനക മനസ്സു നൊമ്പലായി പോയിട്ട്, റബ്ബേ നണ്ട തേങ്ങയുടെ മറ കാരണായിട്ട് നിന്റെ ഒരു അടിമയുടെ തടിക നൊമ്പലായി പോയിത്തല്ലേ. ഇനി നക്കങ്ങനത്തെ തേങ്ങയുടെ മറ വേണ്ട. സഹ്ൽ ഇബ്നു അബ്ദുല്ലാഹ് ഇബ്നുൽ ഫർഹാൻ റളിയല്ലാഹു അൻഹു ഒരേ ഒരു ദുആ, അല്ലാഹുമ്മ ഐബിസ്ഹാ, ഇനി നക്കാ തേങ്ങയുടെ മറ വേണ്ട, നീനത് ഉണക്ക് വാട്ടി വിടു അല്ലാ, ഉണക്കി വിടു അല്ലാ. സഹ്ൽ ഇബ്നു അബ്ദുല്ലാഹ് ഇബ്നുൽ ഫർഹാൻ തങ്ങളെ ദുആ കൊണ്ടിട്ടു. ആ തേങ്ങയുടെ മറ ഉണങ്ങി പോയിട്ട് പാടി പോയിട്ട് അത്രത്തോലും എല്ലാ വർഷവും ആ മരത്തിലെ ചെമ്മ ബൊണ്ടങ്ങ തേങ്ങയായോണ്ടിന്ത്. പിന്നെ മഹാന്റെ ദുആടെ പിന്നെ ആ മരത്തിലൊരു തേങ്ങമായിട്ടില്ല, ഒരു ബൊണ്ടുമായില്ല. അതേ സ്വന്ത നണ്ട ഒരു തേങ്ങയുടെ മറ കാരണം ഒരാൾ കീല് പൂന്തല്ലേ നക്കിനി ആ മറ വേണ്ടാണ്ട് തീരുമാനിച്ച മഹാൻ അങ്ങെല്ലാരും വലിയ സ്ഥാനത്ത് എത്തുന്ന കാരണം എന്തുകൊണ്ടു? അങ്ങനെ കൽബ് ക്ലിയർ ഉള്ളതുകൊണ്ടു. ആ കൽബ് ക്ലിയർ ആക്കണു. താജുൽ ഉലമ തങ്ങ അതല്ലേ ചൊന്നു ഇന്ന്, എടാ ദീർഘായുസിന് വേണ്ടി ദ്വാർക്കണ്ട, കൽബ് പ്രകാശിച്ച് മരിക്കണം, മരിഫത്ത് കിട്ടി മരിക്കണം. ആ കൽബ് പ്രകാശിക്കട സ്വറായിട്ടിക്കട എല്ലാരും ആക്കണായത്. അത് ഞാൻ എന്റെ തടിടൊട്ടം നിങ്ങളൊട്ടം ചൊന്നിട്ടു, ഞാൻ എന്റെ ഇണ്ടത്തെ വാലു നിപ്പാട്ട അർഹമുർറാഹിമീനായ അല്ലാ, ഈ സദസ് നീ ഞങ്ങത് കാരണാക്കിത്ത അല്ലാ, മരിക്കിടമുന്നോലും നീ ഞങ്ങളെ കൽബ് പ്രകാശിപ്പിക്കു റഹ്മാനേ. ആ പ്രകാശിക്കട കൽബോടുകൂടെ നിന്റെ മുട്ട പറകുള്ള തൗഫീഖും അതകതക്കത്തെ ഒരു നല്ല തഖ്വത്തുലായിട്ടുള്ള ഒരു ജീവനവും നീ ഞങ്ങൾക്കെല്ലാവർക്കും താ അല്ലാ. ഇൻഷാ അല്ലാഹ് ഒന്ന് ദ്വാർന്നിട്ട് സ്വലാത്ര മജ്ലിസ് എല്ലാം നടന്നതല്ലേ, എല്ലാം ഇവിടെ നോക്കാം. വേഗം ദ്വാർന്നിട്ട് നമുക്ക് പോയി